ഇന്നത്തെ മോർണിംഗ് ഞങ്ങൾക്ക് ഇങ്ങനെ കേട്ടോ സ്റ്റാർട്ടായത് തന്നെ. കുഞ്ഞിന് ഇന്നലെ വാക്സിൻ എടുത്ത കാരണം ആളൊട്ടും താഴെ ഇറങ്ങുന്നില്ല. ആൾക്ക് ഞാൻ തന്നെ എടുത്തുകൊണ്ട് നടക്കണം. കാലിന് നല്ല വേദന ഉള്ളതുകൊണ്ടാവും. പിന്നെ ഞാൻ ഓരോന്നൊക്കെ പറഞ്ഞ് ആളെ ഒന്ന് താഴ്ത്തി നിർത്തിയേ. ഒരു ബ്രഷും കുറച്ച് പേസ്റ്റും കൊടുത്താൽ ആൾ കുറച്ചൊക്കെ ഹാപ്പി ആവും. പേസ്റ്റ് പേരിനേ ഉള്ളൂ കേട്ടോ. ആളെ ഒന്ന് കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് പേസ്റ്റ് അവിടെ കാണിക്കും. ആൾക്കതൊക്കെ വലിയ ഇഷ്ടമാണ്. രാവിലെ നമുക്കിന്ന് ചപ്പാത്തിയാണേ. കുഞ്ഞിനെയും കൊണ്ട് എനിക്ക് അടുക്കളയോട്ട് കയറാനേ പറ്റുന്നില്ല. അമ്മയാണ് ഒരു ചപ്പാത്തി എക്സ്പേർട്ടാട്ടോ. അമ്മ വേഗം ചപ്പാത്തി ഉണ്ടാക്കും. പക്ഷെ എനിക്ക് ഒട്ടും ഉണ്ടാക്കാൻ അറിയാത്തൊരു കാര്യമായി ചപ്പാത്തി എന്ന് പറയുന്നത്. ഞാൻ ഉണ്ടാക്കിയ എന്തോ ശരിയാവാറേ ഇല്ല. അമ്മ ഇതാ വേഗം ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ചൂടോടെ ആകുമ്പോൾ പിന്നെ പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ടല്ലോ ചപ്പാത്തി കഴിക്കാൻ. ഞാൻ ആ സമയം വിചാരിച്ചു ചിക്കൻ അങ്ങ് കഴുകിയെടുക്കാം. നമ്മളൊരു നാടൻ ചിക്കൻ കറി വെക്കുന്നുണ്ട് കേട്ടോ. അടുപ്പത്ത് വെക്കുന്ന ഒരു നാടൻ ചിക്കൻ കറി. ഇവിടെ പൊതുവെ അടുപ്പത്താണ് ചിക്കൻ കറി വെക്കാറ്. അങ്ങനെ കുക്കറിലൊന്നും ഇട്ട് വേവിക്കാറില്ല. ഞാൻ വേഗം നമ്മുടെ ചിക്കനൊക്കെ ഇങ്ങനെ കഴുകിയെടുക്കുവാണേ. ആ സമയം ഞാൻ അമ്മയോട് പറഞ്ഞ് അമ്മ വേഗം ചിക്കനുള്ള സവാളയൊക്കെ റെഡിയാക്കിക്കോളാം. കുഞ്ഞിനെ കുറച്ച് കളിപ്പാട്ടമൊക്കെ കൊടുത്ത് അവിടെ ഇരുത്തിയിട്ടുണ്ട്. ആളിപ്പോഴാണ് ശരിക്കും ഒന്ന് ഓക്കെ ആയത്. ഇന്നലെ ഒന്നും ആൾ നിലത്ത് ഇറങ്ങുന്നേ ഇല്ലായിരുന്നു. ഞാൻ ആ സമയം കൊണ്ട് നമ്മുടെ ഉരുളിയൊക്കെ അടുപ്പത്തോട്ട് വെച്ച് സവാളയൊക്കെ വഴറ്റാൻ ഇട്ടിട്ടുണ്ട്. സവാള നല്ലോണം വഴന്നു വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഞാൻ ആ സമയം കൊണ്ട് നമ്മുടെ ചിക്കന് കുറച്ച് മസാലയൊക്കെ പുരട്ടി അങ്ങ് മാറ്റി വെക്കുന്നുണ്ട്. ഇങ്ങനെ മസാലയൊക്കെ പുരട്ടി മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ കറി വെക്കുമ്പോൾ ചിക്കനിലെല്ലാം മസാല നല്ലോണം പിടിക്കും. ഒന്ന് ഫ്രീസറിൽ 5 മിനിറ്റ് വെച്ചാലും നല്ലതാട്ടോ. നമ്മുടെ സവാള നല്ലോണം ഒന്ന് വഴന്നു വന്നിട്ടുണ്ടേ. അപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് ചിക്കൻ വറക്കാനെടുത്ത് മാറ്റിയിട്ടുണ്ട്. ആ സമയത്ത് നമ്മുടെ കുഞ്ഞിനവിടെ എന്തെടുക്കാമെന്ന് നോക്കാവേ. ആളെയും കൊണ്ട് അമ്മ വെളിയോട്ട് ഇറങ്ങി. അടുക്കളയിൽ നിന്നിട്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഒന്ന് ആളെ സമാധാനിപ്പിക്കാൻ അമ്മ വെളിയോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആള് പറയുന്നത് ആൾക്ക് ജാതിക്ക 3 വേണോ? എന്തോ പൊന്നിന് വേണ്ടേ? അങ്ങനെ കുഞ്ഞിന് ഏതായാലും കുഞ്ഞിൻ്റെ അച്ഛനൊരു ജാതിക്ക വരച്ചു കൊടുത്തിട്ടുണ്ട്. ആളിനി അതും കൊണ്ടിരുന്നോളും കുറച്ച് നേരത്തേക്ക്. നമുക്കപ്പോൾ നമ്മുടെ ചിക്കൻ എന്തായാലും നോക്കണ്ടേ. ചിക്കൻ സവാളയൊക്കെ നന്നായിട്ട് വഴന്നിട്ടുണ്ടേ. നമുക്കിനി മസാലയൊക്കെ ചേർക്കാം. ആവശ്യത്തിന് മഞ്ഞളും മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് നമുക്ക് നന്നായിട്ട് മസാല ഒന്ന് മൂപ്പിച്ചെടുക്കാം. മസാല മൂത്താലേ ചിക്കൻ കറി നന്നാവുമെന്ന് ആരോ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഞാൻ മസാലയൊക്കെ നന്നായിട്ട് ചേർത്തിട്ടുണ്ട്. ഇനി ഒന്ന് നന്നായിട്ട് മൂത്ത് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് ഒരു ബീട്രൂട്ട് തോരനും കൂടെ ആവാം അല്ലേ. കുഞ്ഞിന് ബീട്രൂട്ട് തോരൻ വലിയ ഇഷ്ടമാണ്. അതുകൊണ്ടെങ്കിൽ ആൾ ഇച്ചിരിയൊക്കെ ചോറ് കഴിക്കും. ഞാനിപ്പോൾ ബീട്രൂട്ട് തോരന് വേണ്ടി ബീട്രൂട്ടൊക്കെ ശരിയാക്കി ഇങ്ങെടുത്ത് മസാല നന്നായിട്ട് മൂത്ത് വന്നപ്പോഴത്തേക്കും ഞാൻ നമ്മുടെ ചിക്കൻ അങ്ങോട്ട് ഇട്ട് കൊടുത്തു. ഇനി ചിക്കൻ അവിടെ കിടന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങട്ടെ. അപ്പോഴേക്കും നമുക്ക് നമ്മുടെ എയർ ഫ്രയറിൽ നമ്മുടെ ചിക്കൻ വറക്കാനായിട്ട് വെക്കാം. എയർ ഫ്രയറിൽ ചിക്കൻ വറക്കുമ്പോൾ കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചു കൊടുത്താൽ ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. കുഞ്ഞിന് എവിടെ കയറി ഇരിക്കുന്നത് നോക്കിയേ. എയർ ഫ്രയറിൽ അത് വെക്കാനായപ്പോഴത്തേക്കും കുഞ്ഞെന്ത് ഇവിടെ വന്നിട്ടുണ്ട്. കുഞ്ഞിനോട് ഒരു ഹായ് ഒക്കെ പറയാൻ പറഞ്ഞപ്പോൾ കുഞ്ഞെന്ത് ഹായ് ഒക്കെ പറയുന്നുണ്ട് നമ്മളോട് കേട്ടോ. ഞാൻ അപ്പോഴത്തേക്ക് എയർ ഫ്രയറിൽ നമ്മുടെ ചിക്കൻ എല്ലാം പെരട്ട് റെഡിയാക്കി വെച്ചു. ചേട്ടനാണ് അതൊക്കെ സെറ്റ് ചെയ്യുന്നത്. എനിക്ക് അത് സെറ്റ് ചെയ്യാനൊന്നും വലിയായിട്ട് അറിയത്തില്ല. നമ്മുടെ ബീട്രൂട്ട് തോരനും അവിടെ ശരിയായിട്ടുണ്ട് കേട്ടോ. അതേസമയം നമുക്ക് കുറച്ച് ആറ്റുമീനും കിട്ടിയായിരുന്നേ. അച്ഛൻ പോയി കുറച്ച് ആറ്റുമീൻ കൊണ്ടുവന്ന്. അമ്മ അത്ര ചിക്കൻ കൂട്ടുന്ന ആളല്ല. അമ്മയ്ക്ക് ഈ ആറ്റുമീനൊക്കെ ഇഷ്ടം. അപ്പം അമ്മ അവിടെ ഇരുന്ന് ആറ്റുമീനൊക്കെ ശരിയാക്കി എടുക്കുന്നുണ്ടേ. ഇനി ആറ്റുമീൻ കറിയും കൂടെ നമുക്ക് വെക്കണം. ആ സമയത്ത് ചിക്കൻ ഉപ്പ് നോക്കാൻ ഒരാളിവിടെ വന്നിട്ടുണ്ട്. ചിക്കൻ ഉപ്പ് നോക്കുന്ന ആളാരും നോക്കിയാൽ നമ്മുടെ കുഞ്ഞിൻ്റെ ചിക്കൻ ഉപ്പ് നോക്കിക്കൊണ്ടിരിക്കുവാണേ. ആൾ നോക്കിയിട്ടൊക്കെ പറയുന്നുണ്ട് കറക്റ്റ് ഉപ്പാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എനിക്കറിയാൻ വയ്യ, എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ എന്തോ. അപ്പോഴേക്കും നമ്മുടെ ആറ്റുമീൻ ഇങ്ങനെ വന്നിട്ടുണ്ടേ. അമ്മ അരപ്പ് ചേർക്കുക. പക്ഷെ കുരുമുളക് ഏറെ ഇട്ട് വേണം നമ്മൾ അരപ്പ് റെഡിയാക്കാൻ ആറ്റുമീൻ ഉണ്ടാക്കുമ്പോൾ. എന്നാലും അതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അരപ്പൊക്കെ ചേർത്ത് നമ്മൾ ആറ്റുമീൻ ഇനി അടുപ്പത്തോട്ട് അങ്ങ് വയ്ക്കാം. അതേലെ 2-3 കഷ്ണമേ നമുക്ക് അടുപ്പത്തിട്ടങ്ങ് വറുത്തെടുത്താലോ.
ആറ്റുമീനെ 2-3 കഷ്ണം അമ്മ വറക്കാനും കൂടെ റെഡിയാക്കിയിട്ടുണ്ടേ. അതും വറക്കാൻ അങ്ങ് അടുപ്പത്തോട്ട് ഇട്ടിട്ടുണ്ട്. ദാ നമ്മുടെ നാടൻ ചിക്കൻ കറി നോക്കിക്കേ. കുക്കറിലൊന്നും വേവിക്കാതെ അടുപ്പത്ത് തന്നെ ഇട്ട് വെച്ച് നമ്മുടെ നാടൻ ചിക്കൻ കറി. ഇനി നമുക്ക് ഉച്ചക്കത്തേക്കുള്ള വിഭവങ്ങളൊക്കെ അങ്ങ് വിളമ്പിയെടുക്കാം അല്ലേ? അതാ ചോറ് വിളമ്പാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ചോറും ലേശം തോരൻ, പിന്നെന്താ നമ്മുടെ ചിക്കൻ വറുത്തത്, പിന്നെ ചിക്കൻ കറി, പിന്നെ നമ്മുടെ ആറ്റുമീൻ കറി, പിന്നെ ഒരു കഷ്ണം ആറ്റുമീൻ വറുത്തതും. ഇന്നത്തെ ഊണിന് ഇത് പോരെ? ഇനി ഒട്ടും ലേറ്റ് ആക്കുന്നില്ല കേട്ടോ. വേഗം ഞങ്ങൾ ചോറ് കഴിക്കട്ടെ. ഇന്നത്തെ ഞങ്ങളുടെ കുഞ്ഞു വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായില്ലേ? നാടൻ സ്റ്റൈലിൽ വെച്ചൊരു ചിക്കൻ കറിയും മീൻ കറിയും മീൻ പൊരിച്ചതും തോരനും ഒക്കെ ആയിട്ട്. ഏതായാലും ഇനി വേറൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം കേട്ടോ. ബൈ ബൈ.